ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിരുന്നു. എല്ലാ വർഷവും പോലെ തന്നെ ഈ വർഷവും ലോകമാകെ വ്യത്യസ്ത പരിപാടികൾ നടന്നു. കേരളത്തിലും തിരുവനന്തപുരത്തുമൊക്കെ ധാരാളം പരിപാടികൾ നടന്നു. അതിൽ വിഴിഞ്ഞം കോട്ടുകാൽ പഞ്ചായത്ത്, വിഴിഞ്ഞത്തിന് സമീപമുള്ള കോട്ടുകാൽ പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ ജനാവകാശ സംരക്ഷണ സമിതി എന്നൊരു സംഘടന, അത് ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനുമൊക്കെ അതീതമായി, രാഷ്ട്രീയത്തിനും അതീതമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളും പള്ളിയിലെ വികാരി അച്ഛന്മാർ തുടങ്ങി അവിടുത്തെ പ്രമുഖരായിട്ടുള്ളവർ, സാങ്കേതിക വിദഗ്ധർ, ശാസ്ത്ര സമൂഹം എല്ലാം ചേരുന്ന ഒരു സമിതിയാണ്. അവർ തുടങ്ങിയിട്ട് കുറച്ചു കാലമായിട്ടുള്ളൂ. ജനാവകാശ സംരക്ഷണ സമിതി വലിയ വിപുലമായ ഒരു സമ്മേളനം വിളിച്ചിരുന്നു, പരിസ്ഥിതി സമ്മേളനം. ഞാനായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത്. 1 മണിക്കൂറിലധികം പ്രഭാഷണവും ഉണ്ടായിരുന്നു പരിസ്ഥിതിയെ സംബന്ധിച്ച്. ആഗോള പരിസ്ഥിതിയെക്കുറിച്ചും കേരളത്തിൻ്റെ കടലിനെക്കുറിച്ചും തീരത്തെക്കുറിച്ചുമൊക്കെ വാചാലമായി ഞാൻ സംസാരിച്ചു. സംസാരമൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു, കൈയടിച്ചു, ചായ കുടിച്ചു. അവർ ഹോസ്പിറ്റാലിറ്റി ഒക്കെ ചെയ്തു, എന്നെ വിളിച്ചുകൊണ്ട് പോയി കൊണ്ടാക്കി, എല്ലാം ചെയ്തു. അതൊക്കെ നടന്നു, നന്നായി. ഒരു ഗസ്റ്റിനോടുള്ള എല്ലാ ആദരവും എനിക്ക് ലഭിച്ചു. പക്ഷെ പരിപാടി കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് നിരവധി സ്ത്രീകളും, വലിയ സദസ്സായിരുന്നു, ധാരാളം ആളുകൾ കേൾക്കാനുണ്ടായിരുന്നു, കുട്ടികളും മുതിർന്നവരും കുടുംബങ്ങളും ധാരാളം പേരുണ്ടായിരുന്നു. കുറച്ച് പേർ എന്നെ വട്ടം കൂടുകയും വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയ ചില ആശങ്കകൾ അവർ പങ്കുവെക്കുകയും ചെയ്തു. ഏതൊരു രാജ്യത്തും ഏതൊരു സമൂഹത്തിലും ഏതൊരു പ്രദേശത്തും വൻകിട പദ്ധതികൾ മുതൽ ചെറുകിട പദ്ധതികൾ വരെ ഏത് പദ്ധതി വന്നാലും അവിടുത്തെ ആവാസ വ്യവസ്ഥയ്ക്കും അവിടുത്തെ സൂക്ഷ്മജീവികൾക്കും മനുഷ്യർക്കുമെല്ലാം കുറേ പ്രശ്നങ്ങളുണ്ടാകും. ഡെവലപ്മെൻ്റൽ റെഫ്യൂജീസ്, വികസന അഭയാർത്ഥികൾ എന്ന് പറയുന്ന ഒരു ക്ലോസ് തന്നെ നരവംശാസ്ത്രത്തിലും സാമൂഹ്യ ശാസ്ത്രത്തിലും ഉയർന്നു വരുന്നുണ്ട്. പൊളിറ്റിക്സിൽ അങ്ങനെയൊക്കെ പഠിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ പഠിപ്പിക്കേണ്ട കാലമായി. ഡെവലപ്മെൻ്റൽ റെഫ്യൂജീസ്. എന്നാൽ വിഴിഞ്ഞം പോലുള്ള പ്രദേശങ്ങളിലെ, അല്ലെങ്കിൽ കാട് പോലുള്ള വനപ്രദേശങ്ങളുടെ ഒക്കെ ഒരു പ്രത്യേകത, അതൊരു യുണീക്ക് എക്കോസിസ്റ്റമാണ്. തിരുവനന്തപുരത്തുള്ള ഒരാൾ എറണാകുളത്ത് പോയി താമസിക്കുന്ന പോലെയോ എറണാകുളത്തുള്ള ഒരാൾ ഇടുക്കിയിൽ പോയി താമസിക്കുന്ന പോലെ അല്ല. കാട്ടിലെ ആദിവാസികളെ പറിച്ചു നട്ടാൽ പിന്നെ അവർക്ക് കടലിലെ മീനിനെ കരയിൽ പിടിച്ചിട്ടതുപോലെ അധികകാലം അവർക്ക് എന്ത് തരം ജീവിതം നയിക്കാൻ കഴിയുമെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതുപോലെ കടലിൻ്റെ ഉപജീവനമായി കണ്ടുകൊണ്ട്, കടലമ്മയാണ് എല്ലാം എന്നറിഞ്ഞുകൊണ്ട്, കടലെന്ന ആവാസ വ്യവസ്ഥ അതൊരു യുണീക്ക് ആവാസ വ്യവസ്ഥയാണ്, ഒരു തനതായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ്. ആ ആവാസ വ്യവസ്ഥയോട് മല്ലടിച്ചും പിണങ്ങിയും ഇണങ്ങിയും സ്നേഹിച്ചും കരഞ്ഞും സങ്കടപ്പെട്ടുമൊക്കെ കഴിയുന്ന ഒരു ജനത. അവരുടെ തൊഴിൽ കടലാണ്, അവരുടെ ഉറക്കം കടലാണ്, ഉണരൽ കടലാണ്, എല്ലാം കടലാണ്. അങ്ങനെ നിൽക്കുന്ന തീരദേശത്തുള്ള ഒരു വിഭാഗം ആളുകൾ വലിയ ആശങ്കയിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് വൻകിട പദ്ധതികൾ ആവശ്യമുണ്ട്. കാരണം ഒരു സമൂഹത്തിൽ ചെറുകിട പദ്ധതികൾ മാത്രം വെച്ചുകൊണ്ട് ഒരു വലിയ സമൂഹത്തെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ ചിലപ്പോൾ പലപ്പോഴും കഴിയില്ല. അപ്പോൾ വൻകിട പദ്ധതികൾ ആവശ്യമുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരളത്തോളം ചരിത്രമുള്ള ഒരു പഴയ സങ്കല്പവും പലരുടെയും സ്വപ്നങ്ങളും ഒക്കെ ആയിരുന്നു. പദ്ധതി വേണോ വേണ്ടേ എന്നൊരു ചർച്ചയ്ക്ക് ഇനി പ്രസക്തിയില്ല. പദ്ധതി വന്നു കഴിഞ്ഞു. അതിൻ്റെ 1ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു. 2ാം ഘട്ടത്തെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ സമുദ്ര മിഷൻ വരുന്നു, കേരള സർക്കാരിൻ്റെ മാരിടൈം നയം വരുന്നു, കേരളത്തിലെ കപ്പൽ ശാലകളെ ബന്ധിച്ചുകൊണ്ടുള്ള പുതിയ സംവിധാനം വരുന്നു, കപ്പൽ നിർമ്മാണശാല വരുന്നു, പൂവാർ കേന്ദ്രമായി എന്ന് കേൾക്കുന്നു. അങ്ങനെ വലിയ ജോലി സാധ്യത ഒരു വശത്ത് വരുന്നു, തൊഴിൽ സാധ്യതകൾ വരുന്നു, ലോജിസ്റ്റിക്കായിട്ടുള്ള വ്യവസായങ്ങൾ വരുന്നു. അതെല്ലാം നമുക്ക് സ്വാഗതാർഹമെന്ന് പറയാം. എന്നാൽ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെടുത്തി എന്നോട് അവിടുത്തെ സാധാരണ ജനങ്ങൾ പറഞ്ഞ ആശങ്കകൾ വലിയ ആശങ്ക തന്നെയാണ്. അത് കാണാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. 1ാം ഘട്ടത്തിൽ നിരവധി പേർക്ക് സമാശ്വാസമെന്ന് പറഞ്ഞ് 5 ലക്ഷവും 10 ലക്ഷം രൂപയൊക്കെ കൊടുത്തു ഒരു വികസനത്തിൽ വിലയിട്ടു. തലമുറകളോളം, നൂറ്റാണ്ടുകളോളം, ഇനി കടലുള്ളിടത്തോളം കാലം അവിടെ താമസിക്കുന്ന തലമുറ ഈ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെയാണ്
ഇപ്പോഴുള്ള ആളുകൾക്ക് ആ പെടുന്ന തലമുറയിൽപ്പെട്ട ഇപ്പോഴത്തെ ജീവിച്ചിരിക്കുന്ന മുതിർന്ന ആളിന് ഇപ്പോൾ ഉപജീവനം നടത്താൻ കടലിൽ പോകുന്ന ആളിന് 5 ലക്ഷമോ 8 ലക്ഷമോ കൊടുത്ത് ഒരു വികസനത്തിന് വിലയിടുന്നത് എങ്ങനെ എന്നൊരു മുത്തശ്ശൻ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരം ഇല്ലായിരുന്നു. രണ്ടാമത് അവർ ചോദിച്ചൊരു ചോദ്യം, ഇതിൻ്റെ 1ാം ഘട്ട പ്രവർത്തനത്തിൽ നടന്ന ഒരുപാട് പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് പറഞ്ഞത് അതേ അർത്ഥത്തിൽ നടന്നിട്ടില്ല. ഇപ്പോഴും ഒരുപാട് പരാതികളും ആശങ്കകളും ദുഃഖങ്ങളും പരിമിതികളും വെല്ലുവിളികളും നേരിടുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ 2ാം ഘട്ടവും 3ാം ഘട്ടവും ആരംഭിച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ അടുത്തൊരാൾ, ഞാൻ ചർച്ചയുടെ വിശദാംശമാണ് പറയുന്നത്, അത് വളരെ അൺഒഫീഷ്യലായ ആളുകൾ ഇൻഫോർമലായി ആരോടെങ്കിലും സങ്കടം പറഞ്ഞു തീർക്കണമല്ലോ എന്ന് ഉദ്ദേശിച്ച് എന്നോട് പറഞ്ഞതായിരിക്കാം. പ്രത്യേകിച്ച് സാങ്കേതികമായി കാര്യങ്ങൾ അറിയാമെന്നുള്ള ഒരാളിനോട് പറയാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞതായിരിക്കാം. അടുത്ത ആളിൻ്റെ ചോദ്യം വളരെ കുറച്ചുകൂടി ആഴത്തിലുള്ളതായിരുന്നു. ഇതിന് എത്ര ഘട്ടമുണ്ട് സാർ? ഇത് 2-3 ഘട്ടം കൊണ്ട് നിൽക്കുമോ? ഇനിയും എത്ര ഘട്ടമുണ്ട്? അങ്ങനത്തെ ഘട്ടമൊക്കെ വരുമ്പോൾ നമ്മുടെ പ്രദേശത്തെ എങ്ങനെയെങ്കിലും ബാധിക്കുമോ? ഏതെല്ലാം തരത്തിൽ ബാധിക്കും? അപ്പോഴാണ് അവിടെ നിൽക്കുന്ന ആളുകൾക്കെല്ലാം സംശയങ്ങളാണ്. അപ്പോൾ അടുത്ത ആൾ ചോദിക്കുകയാണ്, അവിടെ തീരദേശത്ത് മനോഹരമായ രീതിയിൽ കടലിനെയും കൂടി ആഭിമുഖ്യമാക്കിക്കൊണ്ട് പ്രകൃതിപരമായ രീതിയിൽ നാച്ചർ ബേസ്ഡ് ആയിട്ടുള്ള പ്രകൃതിക്ക് വളരെ കുറച്ച് പരിക്കുണ്ടാക്കിയിട്ടുള്ള റിസോർട്ടുകളുണ്ട്. വിദേശികളടക്കം വന്നു പോകുന്ന റിസോർട്ടുകളുണ്ട്. ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന സ്ഥാപനങ്ങളാണ്. വളരെ കുറച്ചാണ് അവിടെ പരിസ്ഥിതിക്ക് പരിക്കുണ്ടാക്കിയിരിക്കുന്നത്. ആ നിർമ്മാണ രീതി തന്നെ അങ്ങനെയാണ്. അതെല്ലാം നിലനിൽക്കുമോ സാർ? തീരം എത്രമാത്രം എടുത്തുകൊണ്ട് പോകും? ഇനി അമ്പലമുണ്ട്, പള്ളിയുണ്ട്, അതുമായി ബന്ധപ്പെട്ട സ്ഥലം പോകുമോ? ഞങ്ങൾ ഇവിടെ നിന്ന് അഭയാർത്ഥികളായി മാറിപ്പോകണമോ? ഈ ചോദ്യങ്ങൾ ഉയർന്നു വന്നു. അപ്പോഴാണ് 2ാം ഘട്ടവും 3ാം ഘട്ടവും സംബന്ധിച്ച പരിസ്ഥിതി ആഘാത പഠനവും സാമൂഹ്യാഘാത പഠനവും ഒക്കെ നടത്തി അതിൻ്റെ സമ്പൂർണമായ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല എന്നൊരാൾ പറഞ്ഞു. എനിക്കതിൻ്റെ സമ്പൂർണ്ണ വിവരം അറിയില്ല. പക്ഷേ അത് സംബന്ധമായ പഠനങ്ങൾ നടന്നതായി മനസ്സിലാക്കുന്നു, ചില ചർച്ചകളൊക്കെ നടന്നതായി അറിയുന്നു. പക്ഷേ അത് സമ്പൂർണ്ണമായി അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്ന് ഇപ്പോഴും ഒരു സംശയത്തിൽ നിൽക്കുകയാണ്. അടുത്ത ഘട്ടം ഉണ്ടോ എന്ന് ജനങ്ങൾക്ക് സംശയമുണ്ട്. 1ാം ഘട്ടത്തിൽ തന്നെ ഇത്രയും പരിമിതമായ രീതിയിലാണ് പുനരധിവാസമൊക്കെ നടന്നതെങ്കിൽ 2-3 ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടലെന്ന ആവാസ വ്യവസ്ഥയുടെ തനതായ യുണീക്കായിട്ടുള്ള എക്കോസിസ്റ്റത്തിൽ ജീവിക്കുന്നവരെ പറിച്ചു നട്ടാൽ അവരുടെ തലമുറയ്ക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളതും, തലമുറ ഒരിടത്ത് തൊഴിൽ ചെയ്യുന്നതിനെ ഒരു തലമുറയ്ക്ക് കുറച്ച് തുക കൊടുത്തുകൊണ്ട് അത് പെട്ടെന്ന് അത്തപ്പട്ടിണിക്കാരും അന്നന്നത്തെ അന്നത്തിനുള്ള പണമൊക്കെ കിട്ടി, ചിലപ്പോൾ കുറച്ച് പൈസ കൂടുതൽ കിട്ടുമായിരിക്കും, കിട്ടി ജീവിക്കുന്ന സാധാരണ മത്സ്യത്തൊഴിലാളിക്ക് ഒരു 5 ലക്ഷവും 10 ലക്ഷം രൂപയൊക്കെ 8 ലക്ഷമൊക്കെ ഒന്നിച്ച് കിട്ടുമ്പോൾ സ്വാഭാവികമായൊരു ആഡംബര ജീവിതം വരും. അങ്ങനെ കുറച്ച് ആഡംബര ജീവിതം നയിച്ചവരുണ്ടെന്നാണ് പറയുന്നത്. അവരുടെ പണവും തീർന്നു, ഇപ്പോൾ അവർ വളരെ ബുദ്ധിമുട്ടുന്നു എന്നുള്ള കഥയും കേൾക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം, കൃത്യമായ ഒരു പുനരധിവാസം എങ്ങനെയാണ്? വികസനം വേണം എന്ന് പറഞ്ഞിട്ട് അടുത്ത സെൻറ്റൻസിൽ മനുഷ്യനെ ഉപദ്രവിക്കരുതെന്ന് പറയുമ്പോൾ മനുഷ്യനെ ഉപദ്രവിക്കുന്ന വികസനം വരരുത് എന്നുള്ള രീതിയിൽ പറയേണ്ടി വരുമോ? വിഴിഞ്ഞം പദ്ധതിയെ തത്വത്തിൽ ഇപ്പോൾ ആരും എതിർക്കുന്നില്ല, അവിടെ നിന്ന് ആരും എതിർത്തുമില്ല. പക്ഷേ ഞാനീ പറഞ്ഞ പോലെ 1ാം ഘട്ടത്തിലെ പരിമിതികൾ 2-3 ഘട്ടം കൊണ്ട് ഇത് തീരുമോ? എത്ര ഘട്ടം ഇനി എടുക്കും? ഡ്രെഡ്ജിങ് എവിടെയൊക്കെ നടക്കും? കരഭാഗം എടുത്തു പോകുമോ? കടലിൻ്റെ തീരം എവിടെയെല്ലാം എടുക്കും? അടിമലത്തുറ വരെ പോകുമോ? പൂവാർ വരെ പോകുമോ? കരിങ്കുളത്തേക്ക് കയറുമോ? പിന്നെ കോട്ടുകാലിലേക്ക് പോകുമോ? കരയിൽ എത്ര ഭാഗം എടുക്കും? കരയിൽ എന്തൊക്കെ വരുന്നു? ഇതിനെയൊക്കെ സംബന്ധിച്ച് കുറേ അധികം ആശങ്കകളും അരക്ഷിതാവസ്ഥയിലും ഉണ്ട് അവിടെ. അതൊരു യാഥാർത്ഥ്യമാണ്. നാം വികസന അഭയാർത്ഥികളെ സൃഷ്ടിക്കാതിരിക്കണമെങ്കിൽ, ഒരു ജനതയെ ഉന്മൂലനം ചെയ്തു പോകാതിരിക്കണമെങ്കിൽ നിർബന്ധമായും അവരെ വിശ്വാസത്തിലെടുക്കണം, അവരുടെ ആശങ്കകൾ പരിഹരിക്കണം, അവരുമായി ചർച്ച ചെയ്യണം. അതൊരു സംഘർഷത്തിൻ്റെ മാർഗത്തിലല്ല, ഒരു സമന്വയത്തിൻ്റെ മാർഗത്തിൽ തന്നെ വളരെ കൃത്യമായി അവരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അവരെ ബോധ്യപ്പെടുത്തുകയും
പരിസ്ഥിതിയാഘാത പഠനവും സാമൂഹ്യാഘാത പഠനവും വേണമെങ്കിൽ ഓരോ വീട്ടുകാർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുമൊക്കെ കൃത്യം വിലയിരുത്തി അവരെ കൂടി വിശ്വാസത്തിലെടുക്കുന്ന, അവർക്ക് കൂടി കൃത്യമായി തലമുറകളോളം ജീവിക്കാൻ കഴിയുന്ന അവസരമൊരുക്കുന്ന ഒരു പാക്കേജ് വന്നില്ല എങ്കിൽ കാലത്തിന് മുന്നിൽ, ചരിത്രത്തിന് മുന്നിൽ വീണ്ടും നിരവധി വികസന അഭയാർത്ഥികളെ നമുക്ക് സൃഷ്ടിക്കേണ്ടി വരും.